നമുക്ക് ദൃശ്യം 3യുടെ ക്ലൈമാക്സ് ഒന്ന് മാറ്റി പിടിച്ചാലോ? നിങ്ങൾ ദൃശ്യം 3 സിനിമ കണ്ടവരാണോ? എങ്കിൽ നമുക്ക് ദൃശ്യം 3യുടെ ക്ലൈമാക്സ് ഈ ഒരു രീതിയിലാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. യഥാർത്ഥ ക്ലൈമാക്സിനെക്കാട്ടിൽ ഈ ഒരു ക്ലൈമാക്സ് ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം ദൃശ്യം 3യുടെ യഥാർത്ഥ ക്ലൈമാക്സ് ആണോ ഈ ക്ലൈമാക്സ് ആണോ കൂടുതൽ നല്ലതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഒരു കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സഹദേവന്റെ വീഡിയോ കോൾ വന്ന ഉടനെ തന്നെ ജോർജ് കുട്ടി റിസോർട്ടിലേക്ക് എത്തി. സഹദേവനാണ് തന്റെ മകളെ ഉപദ്രവിച്ചതെന്ന് പോലീസിനോട് പറയുകയും അഞ്ജുവിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. സഹദേവന്റെ യഥാർത്ഥ പ്ലാൻ അവിരയെ കൊന്ന് ശവം ജോർജ് കുട്ടിയുടെ പറമ്പിൽ കുഴിച്ചു മൂടാനായിരുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും പ്രഭാകറിന് സഹദേവന്റെ ഫോൺ വരുന്നു. അവിരയെ കൊന്ന് ആ ബോഡി റിക്കവർ ചെയ്താൽ മാത്രമേ ഈ കേസിൽ ജോർജ് കുട്ടിയെ ശിക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് താൻ അത് ചെയ്തതെന്നും ബോഡി ജോർജ് കുട്ടിയുടെ പറമ്പിൽ കുഴിച്ചിട്ടുവെന്നും സഹദേവൻ പ്രഭാകറിനെ അറിയിക്കുന്നു. സംഭവം അറിഞ്ഞ IG ഈ സാഹചര്യത്തിൽ സഹദേവനോട് ഇവിടെ നിൽക്കാതെ അവരെ നാട് കടത്താൻ ഉദ്ദേശിച്ച രീതിയിൽ ശ്രീലങ്കയിലേക്ക് കടന്നോളാനും പറയുന്നു. ഇതേസമയം ജോർജ് കുട്ടിയും കുടുംബവും അഞ്ജുവിനോടൊപ്പം ഹോസ്പിറ്റലിലാണുള്ളത്. നേരം പുലരുമ്പോഴേക്കും പോലീസ് ഒരു കഥ മെനയുന്നു. സെക്ഷൽ അവേഷനുള്ള അഞ്ജു ഭർത്താവിനെ ആദ്യ രാത്രിയിൽ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും മകളെ സംരക്ഷിക്കാൻ ജോർജ് കുട്ടി അവരുടെ ബോഡി മറവ് ചെയ്തുവെന്നുമുള്ള വാർത്തകളാണ് വരുന്നത്. ഭർത്താവുമായുള്ള ഈ സംഘർഷത്തിലാണ് അഞ്ജുവിന് പരിക്ക് സംഭവിച്ചതെന്നും പോലീസ് പറയുന്നു. വാർത്തകൾ വന്നതോടെ ജോർജ് കുട്ടിക്ക് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി. സഹായത്തിനായി ജോസിനെ വിളിക്കുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ജോർജ് കുട്ടിക്ക് അവിടുന്ന് ഇറങ്ങാൻ കഴിയാത്ത വിധം ഹോസ്പിറ്റൽ പോലീസ് വളഞ്ഞു കഴിഞ്ഞിരുന്നു. ജോർജ് കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ബോഡി മറവ് ചെയ്തുവെന്ന് പറയപ്പെടുന്ന ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. പോലീസും മീഡിയയും നാട്ടുകാരും കൊണ്ട് വീടും പരിസരവും നിറഞ്ഞിരിക്കുകയാണ്. നാട്ടുകാർ മുഴുവൻ ജോർജ് കുട്ടിക്ക് എതിരായി മാറുന്നു. ഇതുതന്നെയാണ് വരുണിന്റെ കേസിലും സംഭവിച്ചിട്ടുണ്ടാവുക. അന്ന് തെളിവില്ലാത്തതിന്റെ പേരിൽ രക്ഷപ്പെട്ട ജോർജ് കുട്ടിയും കുടുംബവും ഈ തവണ തീർച്ചയായും കുടുങ്ങും. എല്ലാം കൈവിട്ടുപോയെന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥ. തുടർന്ന് ശവം പുറത്തേക്കെടുക്കുന്ന രംഗം വരുന്നു. ഒരു രാത്രിയുടെ പഴക്കം മാത്രമുള്ള അവരയുടെ ബോഡി ചാക്കിൽ നിന്നും പുറത്തെടുക്കുന്നു. ദൃശ്യം 1ലേതുപോലെ തന്നെ ജിത്തു ജോസഫ് ശൈലിയിലുള്ള റിയാക്ഷൻ ഷോട്ടുകൾക്കും ബിൽഡപ്പുകൾക്കും ഒടുവിൽ പുറത്തെടുത്ത ബോഡി അവരയുടേതല്ലെന്ന് വ്യക്തമാകുന്നു. അത് സഹദേവന്റെ ബോഡിയാണ്. പിന്നീട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചുകൊണ്ട് സിനിമ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സഹദേവന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് ജോർജ് കുട്ടിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. റിസോർട്ടിൽ നിന്ന് നേരെ സഹദേവന്റെ വീട്ടിലെത്തുന്ന ജോർജ് കുട്ടി കാണുന്നത് മരിക്കാനായി കിടക്കുന്ന അവരയെയാണ്. തത്സമയം സഹദേവൻ ജോർജ് കുട്ടിയെ പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തുന്നു. സഹദേവൻ: നീ ഇത്രയും കാലം മകളെ രക്ഷിക്കാൻ കളിച്ച കളികളൊക്കെ വെറുതെ ആയല്ലോ ജോർജ് കുട്ടി. ഇന്ന് രാത്രി നിന്റെ മരുമകന്റെ ശവം ഞാൻ നിന്റെ പറമ്പിൽ കുഴിച്ചു മൂടും. നാളെ നിന്റെ മകളെ IG തോമസ് ബാസ്റ്റിൻ അറസ്റ്റ് ചെയ്യും. അവളെ കൊണ്ട് തന്നെ ഇവന്റെ കുഴി തോണ്ടിപ്പിക്കും. നിന്നെയും നിന്റെ കുടുംബത്തെയും കുടുക്കിയിട്ട് ഈ സഹദേവൻ ചാവൂന്ന് വാക്കുകൊടുത്തതാണ് ഞാൻ ഗീതാ പ്രഭാകറിന്. അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തു. പക്ഷേ ജോർജ് കുട്ടി, നമ്മൾ തമ്മിലുള്ള കണക്കപ്പോഴും ബാക്കിയല്ലേ? എന്തിനാടാ നിന്റെ കുടുംബം ഇങ്ങനെ നരയിക്കുന്നത് കാണാൻ നീ ഇങ്ങനെ ബാക്കിയായിട്ട്? നീ അങ്ങ് ചത്താൽ ഇതൊന്നും കാണണ്ടല്ലോ. ജോർജ് കുട്ടി, അതിന് നീ ചത്താലും മതിയല്ലോ സഹദേവ. സഹദേവൻ പറഞ്ഞതെല്ലാം ജോസ് രഹസ്യമായി ഷൂട്ട് ചെയ്തിരുന്നു. തെളിവിനാവശ്യമായ ദൃശ്യങ്ങൾ ലഭിച്ച സ്ഥിതിക്ക് ജോർജ് കുട്ടി ജോസിനോട് പോകാൻ ആവശ്യപ്പെടുന്നു. ജോസിനെ പിടിക്കാൻ ഓടുന്ന സഹദേവനെ ജോർജ് കുട്ടി തടയുന്നു. പിന്നെ അറിയാമല്ലോ, സഹദേവനെ അടിച്ചു ചുരുട്ടുന്നു. അനുമോളെ പണ്ട് അടിച്ചതിന്റെ ചുരുക്കുവരെ മനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനെ 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന സംഘട്ടനത്തിനൊടുവിൽ സഹദേവൻ അടിയറവ് പറയുന്നു. കൊല്ലരുതെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ജോർജ് കുട്ടി സഹദേവനോട് പ്രഭാകരനെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. ജോർജ് കുട്ടി പറഞ്ഞത് പ്രകാരം സഹദേവൻ താൻ അവരയുടെ ബോഡി കുഴിച്ചിട്ടുവെന്ന് പ്രഭാകരനോട് പറയുന്നു. ഫോൺ കട്ട് ചെയ്തതോടെ ജോർജ് കുട്ടി സഹദേവനെ കൊല്ലുകയാണ്. വർഷങ്ങളായി അനുഭവിക്കുന്ന മാനസിക സംഘർഷം മൂലം ഒരു സൈക്കോ എന്നോണമാണ് ജോർജ് കുട്ടി പെരുമാറുന്നത്. ഒട്ടും തന്നെ കുറ്റബോധമില്ലാതെ തികച്ചും ബോധ്യത്തോടെ ചെയ്യുന്ന കൊലപാതകം. തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു കൊലയാളിയാവാൻ പോലും മടിക്കാത്ത ഒരു ക്രിമിനലായി ജോർജ് കുട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സഹദേവന്റെ ബോഡി ചാക്കിലാക്കുന്ന ജോർജ് കുട്ടിയെ ഭയത്തോടെയാണ് അവര് നോക്കുന്നത്. താൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന ഭീഷണി ഭയന്ന് ജോർജ് കുട്ടി പറയുന്നത് പോലെ ചെയ്യാമെന്ന് അവര് സമ്മതിക്കുന്നു. ശേഷം സഹദേവന്റെ ബോഡി സ്വന്തം പറമ്പിൽ കുഴിച്ചിട്ട ജോർജ് കുട്ടി മകളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു.
ഇനി പ്രസന്റ് സിറ്റുവേഷനിലേക്ക് വരാം. പോലീസ് കുഴിയിൽ നിന്ന് സഹദേവന്റെ ബോഡി പുറത്തെടുത്തതോടെ ജോർജ് കുട്ടി തന്റെ ഇപ്പോഴത്തെ സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ച് സഹദേവന്റെ വീഡിയോ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നു. ഒപ്പം താൻ കൊന്നുവെന്ന് പറയപ്പെടുന്ന അവിരയെ മീഡിയയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. പ്രഭാകർ പറഞ്ഞതനുസരിച്ചാണ് സഹദേവൻ തന്നെ റിസോർട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതും കൊല്ലാൻ ശ്രമിച്ചതും എന്ന് അവിര പരസ്യമായി പറയുന്നു. ജോർജ് കുട്ടിയെ കൊടുക്കാൻ പ്രഭാകറും IG തോമസ് ബാസ്റ്റിനും കൂടെ ഒരുക്കിയ ട്രാപ്പായിരുന്നു ഇതെന്ന് പൊതുസമൂഹം മനസ്സിലാക്കുന്നു. സഹദേവന്റെ വീഡിയോയും അവരുടെ മൊഴിയും കോടതിയിൽ പ്രഭാകർ, ഗീതാ പ്രഭാകർ, IG തോമസ് ബാസ്റ്റിൻ എന്നിവർക്കെതിരെ തെളിവായി മാറും. അങ്ങനെ സഹദേവനെ കൊന്ന് അതിന്റെ മുഴുവൻ കുറ്റവും പ്രഭാകർ, ഗീതാ പ്രഭാകർ, IG എന്നിവരുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് ജോർജ് കുട്ടി ഈ ട്രിയോളജി അവസാനിപ്പിക്കുന്നു. ടെയിലെൻഡിൽ ജോർജ് കുട്ടി ഇതും സിനിമയാക്കും. ദൃശ്യം 2 എന്ന പേരിൽ. ബിജു മേനോന് അതിലൂടെ 200 കോടി കിട്ടും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു ക്ലൈമാക്സ് ഇഷ്ടമായോ? നിങ്ങൾക്ക് സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് ആണോ ഈ ക്ലൈമാക്സ് ആണോ കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാനറിയെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക.